ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട മാതിരി തന്നെ നമുക്കൊരു ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുതിയ ഷോപ്പിലേക്ക് വന്നിട്ടൊരു ഡിസ്കൗണ്ട് സെയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല, നമ്മളിനി എല്ലാ വീഡിയോസും ചെറുതാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു ഐറ്റം കാണിക്കുകയാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ഷോർട്സ് ആണ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തത്. അത് നമ്മൾ കമ്മ്യൂണിറ്റിയിലും വാട്സപ്പിലും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നോർമൽ വലിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രീനാണ് ഞാൻ അതിൽ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു. റെഡ് പലർക്കും എന്തോ ഇട്ട് കാണാത്തതുകൊണ്ടാണ് എന്താണോന്ന് അറിഞ്ഞുകൂടാ, എല്ലാവർക്കും അതെന്തോ ഒരു കളറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഈ വീഡിയോയ്ക്ക് അത് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഹെവി ആയിട്ട് മിറർ വർക്കും പേൾ വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ വർക്കൊക്കെ കൊടുത്തേക്കുന്നത്. നല്ല റിച്ച് ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പോക്കറ്റിലും ഇവിടെ കൊടുത്തിട്ടുള്ള ഇതേമാതിരി തന്നെ റിച്ച് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് കളർ ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞാൻ അതിൽ വെയർ ചെയ്തിട്ടുള്ള മാതിരത്തെ അതൊരു എന്താ പറയുക, ഡാർക്കായിട്ടുള്ളൊരു മെഹന്തി അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഗ്രീൻ കളറായിരുന്നു. ഇത് വന്നിട്ടൊരു മെറൂൺ ഷെയ്ഡാണ്, ഒരു റെഡിഷ് മെറൂണാണ്. നല്ല എന്താ പറയുക, ഒതുങ്ങിയ ടൈപ്പിലുള്ള ഒരു കളറാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വെയർ ചെയ്തത് എന്തോ അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു, അതിനായിരുന്നു കൂടുതൽ എൻക്വയറി. ഇതിൻ്റെ കേസിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാൻ വെയർ ചെയ്യുന്നത് നിങ്ങളങ്ങനെ നോക്കണ്ട, എനിക്ക് ഏറ്റവും ആദ്യം കയ്യിൽ കിട്ടുന്നത് ഏതാണോ അത് ഞാൻ വെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല രസമുള്ള ഒരു കുർത്തിയാണ്. ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത്, കുറച്ച് ഇറങ്ങിയിട്ടാണ് സ്ലിറ്റിൻ്റെ കട്ടിങ് വരുന്നത്. കാരണം ഈ പോക്കറ്റിൻ്റെ വർക്ക് മൊത്തം കിട്ടണമല്ലോ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടഡ് ക്ലോത്താണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ഒരു നല്ല കട്ടിയുള്ള ടൈപ്പ് ഇമ്പോർട്ടഡ് ക്ലോത്താണ്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലെങ്ത്ത് നമുക്കൊരു 45-45 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. സൈസ് ചാർട്ട് വന്നിട്ട് മീഡിയം മുതൽ 3XL വരെ അവൈലബിൾ ആണ്. ML, XL, XXL, XXL. ഗ്രീനിൻ്റെ ഇനി ഒരു M സൈസാണ് ബാലൻസ് ഉള്ളൂ, ബാക്കി എല്ലാം സോൾഡ് ഔട്ടാണ്. പിന്നെ കൂടുതലും നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഈ കളറിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കാണിച്ചതാണ്. അപ്പോൾ മറക്കാതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ് ഇതിൽ ഇൻട്രോയിൽ കാണിക്കുന്നത്. ഇനി നമ്മുടെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ പ്രൊഡക്റ്റ് കാണിക്കാം കേട്ടോ. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്, കാരണം നമുക്കിതിങ്ങനെ ഇത്രയും നല്ല രസമായിട്ടുള്ളൊരു പേളും കട്ട് ബീഡ്സൊക്കെ ഉള്ള വർക്ക് ഇതേമാതിരി തന്നെ ഇങ്ങനെ എന്താ പറയുക, പോക്കറ്റിന് കൊടുക്കുമ്പോൾ ഒരു റിച്ച് ലുക്ക് തന്നെ കിട്ടും കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനൊരു വൈറ്റ് ബോട്ടാണ് വെയർ ചെയ്തേക്കാൻ, കാണാൻ പറ്റുമെന്നറിയില്ല. കേട്ടോ, വൈറ്റ് ബോട്ടം. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ സെയിം ടോണിലുള്ള പാൻറ്റൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കളക്ഷൻസ് കാണിക്കാം. ആദ്യം കാണിക്കുന്നത് നമ്മളിതിന് മുമ്പ് ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടിട്ടുള്ളൊരു പ്രോഡക്റ്റ് ബാലൻസ് വന്നതാണ്. ഇതിൽ കാണിച്ചിട്ടുള്ള സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി വീഡിയോയിൽ ഇന്ന് ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുന്നില്ല. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇനി അടുത്തത് വരും. വലിയ വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 399 മാത്രമേ വരുന്നുള്ളൂ. ഇത് വരുന്നത് കാന്താവർക്കിൽ വരുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽ സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ. ലെങ്ത്തൊക്കെ നോർമൽ ലെങ്ത്താണ്, ഒന്നിനും ലെങ്ത്ത് കുറവോ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല കേട്ടോ. 399 മാത്രമേ വരുന്നുള്ളൂ. ഇത് മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് പോയിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഇങ്ങനെ വരുന്ന ഒരു ലൈൻ കുർത്തിയാണ്. ഇവിടെ നോർമൽ കട്ടിങ് ഒന്നുമില്ല, സൈഡിലേക്ക് ഫ്ലീറ്റ്സ് വരുന്നുണ്ട്. പുറകിൽ ചെറുതായിട്ടൊരു ഗ്യാദേഴ്സ് പോലെ വരുന്നുണ്ട് കേട്ടോ. അതൊരു ആഷ് ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ്. ഇതെല്ലാം ഓരോ പീസസ് മാത്രമേ വരുന്നുള്ളൂ. 399 ആണ് സൈസ്. ഇതിലുള്ളത് നോക്കിയിട്ട് എൻക്വയറി എടുക്കാം കേട്ടോ. ഇത് വരുന്നത് നല്ല രസമുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലിലാണ് കേട്ടോ. ജോർജറ്റിൽ ഇതാ ഇങ്ങനെ വരും. ഇവിടെ മാത്രമാണ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ട്. ഇവിടെ ഓവറോൾ മിറർ വർക്ക് ഒരു പീക്കോ ഗ്രീൻ പോലത്തെ കളറാണ്. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പുറകുവശം നോർമൽ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. നല്ല കംഫർട്ടാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ നല്ല രസമുള്ളൊരു ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. അതിൻ്റെ തന്നെ വൈൻ കളറുണ്ട് കേട്ടോ. രണ്ട് സൈഡിലേക്കും ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. 399 നിൽക്കുന്നത് ഭയങ്കര വർത്താണ്. കാരണം മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ ഇതെല്ലാം ലൈനിങ്ങോട് കൂടിയ വരുന്ന അത്രയും സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ.
ഇത് നല്ലൊരു എന്താ പറയുക ബാത്തിക് പ്രിൻറ്റിൽ വരുന്നതാണ്. ഭയങ്കര ഉദിച്ച ഒരു കളറല്ല, ഒരു ഡിമ്മായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അതിനകത്തേക്ക് വൈറ്റിലാണ് ബാത്തിക്കിൻ്റെ പ്രിൻറ്റ് വരുന്നത്. എ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഇവിടെ നടുക്ക് ഓവറോളായിട്ട് അറ്റം വരെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലൊരു ഓപ്പൺ പോലെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് പുറകുവശവും ഇങ്ങനെ വരും. നല്ല രസമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. അടുത്തത് വരുന്നത് ഒരു ഷർട്ട് കോളറിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, ഒരു ഇമ്പോർട്ടഡ് ക്ലോത്ത് പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിങ്ങനെ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ മടക്കി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഷർട്ട് കോളർ ടൈപ്പാണ് വരുന്നത്. ഓവറോൾ ഇങ്ങനെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു കട്ടിങ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരെ ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. ഇതൊരു ഒനിയൻ പിങ്കിൻ്റെ ബേസ് വരുന്നതാണ്. ഷർട്ട് കോളറിലാണ് വരുന്നത് കേട്ടോ. നല്ല രസമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അടുത്തത് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ലൈനിലാണ് വരുന്നത് കേട്ടോ. ഏറ്റവും വരെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇടാൻ ഭയങ്കര പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 449 ആണ് കേട്ടോ. 449 വരുന്നത്. അടുത്തത് വരുന്നത് ഒരു 3 പീസാണ് കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ടൈപ്പാണ്. ജസ്റ്റ് നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ഐറ്റമാണ്. ഇവിടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടസൽസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടൺ ബേസ്ഡ് ആണ് കുർത്ത വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന കട്ടിയൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ലെങ്ത്ത് വരുമ്പോൾ നോർമൽ നമ്മുടെ ഇവിടുത്തെ ലെങ്ത്ത് ഉണ്ടാവില്ല, ഒരു 44 റേഞ്ച് ആയിരിക്കും ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ബോട്ടമൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ബോട്ടം കോട്ടൺ തന്നെയാണ് ബോട്ടം വരുന്നത്. ഇലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു ഡോറി പോലെ പോയിട്ടുണ്ട്. ഇങ്ങനെ വരും. നല്ല ബോട്ടാണ്. ഈ ബോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല നീല കളറിൽ വരുന്ന ബോട്ടാണ്. ഷാള് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഷാൾ. ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു ചെക്ക് ടൈപ്പിലാണ് ഷാള് പോകുന്നത്. അത്യാവശ്യം നീളം വീതിയൊക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ് ഷാള് വരുന്നത്. കണ്ട താഴെ മുട്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ നാടനല്ല, വരവാണ്. ഓക്കെ, അപ്പോൾ വരവായതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടിയിൽ ഇവർ എഴുതിയിട്ടുണ്ടാവും ഡ്രൈ ക്ലീനിന്ന്. അതായത് നമ്മൾ തല്ലിക്കൊട്ടി അലക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. ഇത് സൈസ് ചാർട്ട് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. ലാർജിൽ ഈ ഒരൊറ്റ പീസ് മാത്രമാണ് സ്റ്റോക്കുള്ളത്. അതിൻ്റെ പ്രൈസ് 499 ആണ് കേട്ടോ. നേരത്തെ കാണിച്ചത് 499 ആണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് ഓർമ്മയില്ല, സ്ക്രീനിലുണ്ടാവും. ഇത് വന്നിട്ട് നല്ല രസമുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. കോട്ടണിൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ്. ഇത് നമ്മുടെ ഈസ്റ്ററിനൊക്കെ പറ്റിയതായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്ററിന് കിട്ടില്ല. ഇതാ ലൈനിങ്ങോട് കൂടിയ വരുന്നത്. നല്ല കോട്ടൻ്റെ ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മീഡിയം ആണ് സൈസ്. എല്ലാതും മീഡിയത്തിൽ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അടുത്തത് അതിൻ്റെ തന്നെ നേരത്തെ വൈറ്റ് ആണെങ്കിൽ ഇതിലൊരു ഗ്രേ ആണ് വരുന്നത്. ഈ ഭാഗം വൈറ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇത് ബ്ലാക്കിൽ സെയിം മെറ്റീരിയൽ പ്രിൻ്റ് വരുന്നത് ഗ്രേ ആണെന്നുള്ളത് കേട്ടോ. 3/4 ആണ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് അതിൽ തന്നെ ഒരു സിൽവർ ലൈൻ പോകുന്നുണ്ട്. ബ്ലാക്കിൽ റെഡാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സിൽവർ ലൈനും കൂടി പോയിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ടോപ്പാണ്. എല്ലാം എം സൈസാണ് കേട്ടോ. പ്രൈസ് 525 ആണ് കേട്ടോ.
അടുത്തത് വരുന്നത് ഒരു ഹക്കോബയിൽ വരുന്നതാണ്. ഇതിൻ്റെയും 2-3 ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിംഗിൾ പീസ് ആകുമ്പോഴാണ് നമ്മളത് ഡിസ്കൗണ്ട് സെയിലിലേക്ക് എടുക്കുന്നത്. അല്ലാതെ ഡാമേജ് സെയിലല്ല. ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുമ്പോൾ 1-2 പീസുകളാകുമ്പോൾ നമ്മളതങ്ങനെ ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുന്നതാണ്. അത് ഫുൾ ഫുട്ബോൾ ഹക്കോബ വർക്ക് വരുന്നതാണ്. ഇങ്ങനെ ഒരു ചൈനീസ് കോളർ പോലത്തെയാണ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഒരു മൾട്ടി കളർ ഡിജിറ്റൽ പ്രിൻ്റാണ് പോകുന്നത്. സ്ലിറ്റഡ് ആണ്. കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പുറകിലും ഇതേപോലെ തന്നെ ഹക്കോബ വർക്കാണ്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു മോഡലിൽ ജീൻസിൻ്റെ ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അതിൻ്റെ പുറക് നോർമലായിരുന്നു. പക്ഷേ ഇത് ടോപ്പ് ഫുള്ള് ഹക്കോബയാണ് കേട്ടോ. ഉണ്ടോ, ഹക്കോബ ഫുട്ബോൾ ഹക്കോബയിലാണ് പോകുന്നത്. നല്ല രസമുള്ള ടോപ്പാണ്. എൽ സൈസാണ്. ഈ ഒരൊറ്റ പീസ് മാത്രമേ വരുന്നുള്ളൂ. 549 പ്രൈസ് വരുന്നത്. അടുത്ത് വന്നിട്ട് നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന നമ്മൾ 3-4 പ്രാവശ്യമെങ്കിലും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. അതിൽ കുറേ തവണ റീസ്റ്റോക്ക് ചെയ്തിട്ട് പലരും എടുത്തു വയ്ക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വട്ട് പിടിച്ചിട്ട് കുറേ സെയിൽ ചെയ്തിട്ട് ബാലൻസ് ഉള്ള കുറച്ച് പീസസ് ആണ് കേട്ടോ. അത് ഉണ്ടോ, നിങ്ങൾക്ക് മെറ്റീരിയൽ കണ്ടാൽ മനസ്സിലാവുണ്ടോ? നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത്. പ്രിൻസസ് കട്ടിലാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ പ്രിൻസസ് കട്ട് അടിച്ചിട്ടുണ്ട്. കോളറാണ് വരുന്നത്. വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലൊരു കട്ടിങ് ആണ് പോയിട്ടുള്ളത്. ഇതിന് പോക്കറ്റ് ഉണ്ടോ? 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് തന്നെ നമുക്ക് സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വൈറ്റോ അങ്ങനെ അല്ലെങ്കിൽ സെയിം ബ്ലാക്കോ ഒക്കെ ഇട്ടാൽ നല്ല രസമാണ്. ഇടാനും ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഒരുപാട് സെയിലായ പ്രൊഡക്റ്റാണ് കേട്ടോ. പുറകുവശവും ഇതുപോലെ തന്നെ ഇങ്ങനെ എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 549 സൈസുകൾ ഒട്ടുമിക്കതിനും മീഡിയം മാത്രമാണ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മീഡിയം സൈസിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. XL, XXL, XXL ആ സൈസുകാർക്കാണ് കൂടുതൽ നമുക്ക് എൻക്വയറി. പക്ഷെ നമുക്ക് സൈസ് ചാർട്ട് മീഡിയം മുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മീഡിയത്തിൽ ബാലൻസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് വരും, ഞങ്ങൾക്ക് പറ്റിയതില്ലല്ലോ എന്ന് ഉറപ്പായും ഉണ്ടാവും, എനിക്കറിയാം. പക്ഷെ ഇതാണ് സംഭവം. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതല്ലേ തരാൻ പറ്റുള്ളൂ. മീഡിയം സൈസസിലാണ് കുറവ് വരുന്നത്. മീഡിയം ആണ് ഞാനൊക്കെ. പക്ഷെ എൻ്റെ സൈസ് അല്ലെങ്കിൽ എന്നാൽ ചെറിയ ആൾക്കാരുണ്ട്. പക്ഷേ ഈ മീഡിയംകാർ ഇത്ര കുറവാണെന്ന് എനിക്ക് തോന്നും. ഇത് വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ് കേട്ടോ. സെയിം പ്രിൻസസ് കട്ടിലാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എയർലൈൻ സ്ട്രക്ചറിൽ വരുന്നത്. ഇതും മീഡിയം ആണ് സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതും മീഡിയം. ഇതിൻ്റെ XXL ഒരു പീസ് ഉണ്ട്. മീഡിയവും XXL ആണ് കേട്ടോ. അതൊക്കെ ആരൊക്കെയോ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പെൻഡിങ്ങിൽ വരുന്നു. നമ്മൾ ഒരു കാരണവശാലും ഡിസ്കൗണ്ട് സെയിലിന് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സിസ്റ്റം ഇല്ല. അതുപോലെ തന്നെ ഡാമേജ് ആയ പ്രൊഡക്റ്റിന് റിട്ടേൺ പോളിസി എന്നുള്ള ഇത് നമുക്ക് ഡിസ്കൗണ്ട് സെയിലിന് ഉണ്ടായിരിക്കുന്നതല്ല. ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ അത്ര ഓഫർ റേറ്റിൽ ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. ഡാമേജ് ഉള്ളത് കൊണ്ടല്ല നമ്മളിത് ഡിസ്കൗണ്ട് സെയിലിൽ ഇടുന്നത്. ഇങ്ങനെ പീസസ് വളരെ കുറവായിട്ട് ഇരിക്കുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പുതിയ സ്റ്റോക്ക് കയറ്റണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു വൈൻ ഷെയ്ഡാണ്. ഇതെല്ലാം മീഡിയം സൈസാണ് കേട്ടോ. ഒനിയൻ പിങ്കിൽ മാത്രമാണ് XXL ഉള്ളൂ. ഓക്കെ അല്ലേ? പുറകുവശം ഇങ്ങനെ വരും. ഇത്രയും വരുന്നത് പ്രൈസ് വരുന്നത് 549 കേട്ടോ. അടുത്തതും കൂടി കാണാവേ. അടുത്തത് കാണിക്കുന്നത് കോഡ് സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതൊരു ഇമ്പോർട്ടഡ് ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. അതെങ്ങനെ മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവും. ഇത് വൈൻ കളറാണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഓവറോൾ വുഡൻ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിലൊരു കട്ടിംഗ് ആണ്. എയർലൈനിലാണ് വരുന്നത്. സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ പാൻറ് തയ്ച്ചിട്ടുള്ളത്. ഇത് ഇച്ചിരി പലാസോ സെമി പലാസോ പോലത്തെ പാൻറ്റാണ് കേട്ടോ. കണ്ടോ, കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. നല്ല സുഖമാണ്. ഫുൾ ഇലാസ്റ്റിക്കിലാണ് പോകുന്നത് കേട്ടോ. 1 സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരും. വെരി കംഫർട്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. അത്ര രസമാണ്. അപ്പോൾ ഇതും മീഡിയം ലാർജ് സൈസുകളാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 649 കേട്ടോ. അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ചാണിത്. പാൻറ്റ് വന്നിട്ട് സെയിം അതുപോലെ തന്നെ വരുന്ന നല്ല ലൂസായിട്ട് സെമി പലാസോ പോലെ അതിൻ്റെ
ടോപ്പ് വന്നിട്ട് ഇങ്ങനെ നല്ല രസമുള്ള ടോപ്പാണ് കേട്ടോ. ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത്. ഫുൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു കട്ടിങ്, ഫ്രണ്ടിലൊരു കട്ടിങ് കേട്ടോ. എയർലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് 649 ഞാൻ പറഞ്ഞു സൈസ് ഇങ്ങനെ വരാനുള്ള കാരണം ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുന്നത്. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇതിലിപ്പോൾ XL XXL പിണങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പലതിലും പല സൈസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് ലാർജാണ് സൈസ് വരുന്നത്. ഇത് വന്നിട്ട് ഒരു വെർട്ടിക്കൻ സിൽക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. എന്നിട്ട് ഒരു വീനക്ക് പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഗോൾഡൻ്റെ കട്ട് ബീഡ്സും ഒരു സീക്വൻസ് വർക്ക് പോലെയാണ് കൊടുത്തേക്കണം കേട്ടോ. ഇവിടെ വന്നിട്ട് കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എയർലൈൻ സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരും. സെയിം അതിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ വരുന്ന ബോട്ടം. ഇതും ഒരു സെമി പലാസോ പോലത്തെ ബോട്ടം. സെമി പലാസോ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഭയങ്കര പലാസോ പോലെ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബോട്ടമാണ്. ഇതിനും പോക്കറ്റ് ഉണ്ടോ? ഇതിന് പോക്കറ്റ് ഇല്ലാന്ന് തോന്നണം കേട്ടോ. ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 699 ആണ് കേട്ടോ. ഇത് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എക്സാക്റ്റ് ആ കളർ തന്നെയാണോ കാണിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു ടോപ്പ് ബോട്ടം. 699 മാത്രമേ വരുന്നുള്ളൂ. ലാർജ് സൈസ് മാത്രമാണ് ആ കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക, നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ. ബ്രിക്ക് റെഡ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു കോഫിയും അല്ല, അങ്ങനത്തെ ഒരു കളർ. എക്സാക്റ്റ് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല കളറിൻ്റെ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഒരു കളറാണ്. ബ്രിക്ക് റെഡിലേക്ക് വരുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഡസ്റ്റി ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളർ. സെയിം പാറ്റേൺ, മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബോട്ടം വന്നിട്ട് സെയിം സെമി പലാസോ പോലത്തെ ബോട്ടം. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ 699 നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇവിടെ വർക്കൊക്കെ കൊടുത്തുകൊണ്ട് ഒന്നിച്ചിരിയും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് ടോപ്പ് ബോട്ടം ഷാൾ ഉണ്ടായിരുന്ന ഒരു സെറ്റാണ്. പക്ഷെ അതിൽ കുറച്ച് പീസസിൽ ഷാൾ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോപ്പ് ബോട്ടായിട്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല രസമുള്ള കോട്ടൺ മെറ്റീരിയൽ. ഇവിടെ ഇങ്ങനെ നമുക്ക് പിടുത്തൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇവിടെ എക്സ്ട്രാ ഇച്ചിരി കട്ടിക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ്. നല്ല രസമുള്ള മെറ്റീരിയലാണ്. ഇവിടെ ഇങ്ങനെ ഒരു വീനക്ക് പോലെ ലൈൻ കൊടുത്തേക്കണം കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ്. ഉള്ളിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. അതിൻ്റെ ആ ഒരു വീനെക്കിൻ്റെ കൊടുത്തിട്ടുള്ള സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ബോട്ടം പോക്കറ്റ്, സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. ഇലാസ്റ്റിക്കാണ്. സെമി പലാസോ പോലത്തെ നല്ല നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലും അതുമാതിരി തന്നെ സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇങ്ങനെ വരും കോമ്പിനേഷൻ. ഇത് സൈസ് ചാർട്ട് വന്നിട്ട് മീഡിയം ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് 749 ആണ് കേട്ടോ. 749 രൂപയാണ് വരുന്നത്. അടുത്തത് വന്നിട്ട് കുറച്ചും കൂടി നേരത്തെ കാണിച്ച ലൈറ്റ് ലാവൻഡർ ആണെങ്കിൽ ഇത് നല്ല ഡാർക്കായിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ്. ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ മിറർ വർക്കിൽ ത്രെഡ് വർക്കും കൊടുത്ത് നല്ല റിച്ച് ആയിട്ടാണ് ഈ ഐറ്റം പോയിട്ടുള്ളത്. നല്ല ഡാർക്ക് നേവി ബ്ലൂവിൽ ഫ്ലോറൽ പ്രിൻ്റാണ് പോകുന്നത്. ഇതും അതെ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ലൈനിങ് വിത്തൗട്ട് ലൈനിങ്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പുറകുവശം ഇതേപോലെ തന്നെയാണ്. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് 1195 നമ്മുടെ ഓഫർ പ്രൈസ് 799 മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് നമ്മൾ ഈ യോക്കിൽ കൊടുത്തിട്ടുള്ള പാച്ച് വെച്ചിട്ട് തന്നെയാണ് ബോട്ടം വന്നിട്ട്. നല്ല കംഫർട്ടായിട്ടുള്ള ബോട്ടമാണ്. ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ. നല്ല രസമുള്ള കളറാണ്. ഇതിൻ്റെ പ്രൈസ് 799 കേട്ടോ. അടുത്ത് വന്നിട്ട് നമ്മളിത് ഈ അടുത്തൊന്ന് ഡിസ്കൗണ്ട് സെല്ലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആരോ ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൈസ് ഈ ഒരൊറ്റ സൈസ് മാത്രമേ ഉള്ളൂ, ലാർജ് മാത്രം. നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. അനാർക്കലിയിൽ വരുന്ന
ചുരിദാറാണ് കേട്ടോ. നല്ല കളറാണ്, നല്ല രസമുള്ള ഉദിച്ച കളറല്ല, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നമുക്കിത് പെരുന്നാളിന് ആരോ നമ്മുടെ ഇന്ന് മേടിച്ചിട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു താത്ത തട്ടമൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ആളുടെ പേര് ഞാൻ ഓർക്കണില്ല, ഫോട്ടോ ഞാൻ അയച്ചെന്ന് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് നമ്മുടെ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാ കണ്ടല്ലോ, ഫുൾ ലെങ്ത്തിൽ വരുന്ന അനാർക്കലി ടൈപ്പാണ്. അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതങ്ങനെ വരും. നല്ല ജയ്പൂർ കോട്ടണിലാണ് വരുന്നത്. താഴെ ഒരു പടി പോലെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ഒരു കളർ വെച്ചിട്ടാണ് ചെയ്തത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ മൽമല്ലിൽ വരുന്ന ഷാളാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഷാളാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ഇടാൻ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഷാളാണ് കേട്ടോ വരുന്നത്. പ്രൈസ് വന്നിട്ടുള്ളത് വെറും 799 മാത്രമേ ഇതിന് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ. 1260 ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ ഓഫർ ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ എടുത്ത് വെക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇതൊന്നും ഡാമേജ് പ്രോഡക്റ്റ് അല്ല കേട്ടോ. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. 799 മാത്രമേ 3 പീസ് സെറ്റിന് വരുന്നുള്ളൂ. അടുത്ത് വന്നിട്ട് XXLകാരുടെ സങ്കടം വിഷമമൊക്കെ തീരാൻ നമുക്ക് XXLാണ് ഇനി വരുന്ന ഐറ്റം ഉള്ളത്. ഇതൊരു ടോപ്പ് ബോട്ടം സെറ്റാണ്. അല്ല, ആദ്യം കാണിക്കാം കേട്ടോ, ഞാൻ ടോപ്പ് കാണിക്കാം. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേമാതിരി കോപ്പറിൻ്റെ വർക്ക് പോകുന്നുണ്ട്, സീക്വൻസ് വർക്കൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല റിച്ചായിട്ട് വരുന്ന ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ. വിചിത്ര സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമി സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ. യോക്ക് ഏരിയ നല്ല റിച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. പുറകുവശം ഇതുപോലെ പ്ലെയിൻ ആണ് കേട്ടോ, സ്ലിറ്റഡും ലൈനിങ്ങും ആണ്. ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ. ഇതും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ബോട്ടം ലൈനിങ്ങോട് കൂടി വരുന്നു. താഴെ വന്നിട്ട് സെമി പലാസ പോലെ വരുന്നു. ഇങ്ങനെ വരും. നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ XXLകാർക്ക് ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഷാളും ഭയങ്കര ഹെവിയാണ്. നല്ല റിച്ചായിട്ട് തന്നെ ഷാൾ പോയിട്ടുണ്ട്. ഒരു സൈഡിൽ സ്കാലപ്പ് അല്ല, 2 സൈഡിലേക്കും ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ ആ സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ല രസമുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡുകളായിരുന്നു. അതിൽ 2 കളർ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ നീല, ഇത് XXL സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. XXL ഇത് നീലയാണ് ആദ്യം കാണിച്ചത്. അടുത്തത് വരുന്നത് ലാവൻഡറാണ് കേട്ടോ. ഒരു ലൈറ്റ് ലാവൻഡറാണ്. സെയിം ഐറ്റമാണ്, സെയിം ഐറ്റം, കളർ ചേഞ്ച് ആണ് കേട്ടോ. നേരത്തെ നീലേൻ്റെ സെയിം ലാവൻഡർ ഷെയ്ഡ്. താഴെയും കൂടി ദാമലിലും കൂടി ആ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഐറ്റമാണ്. പുറകുവശം ഇതിങ്ങനെ നമുക്കത് ഇട്ടാലും അങ്ങനെ വണ്ണം തോന്നില്ല, കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഒഴുകി കിടക്കുന്ന ടൈപ്പിലേക്ക് വരുന്ന പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ബോട്ടം ഷാളും എക്സാക്റ്റ് സെയിം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പ്രൈസ് വന്നിട്ടുള്ളത് 899 മാത്രമേ വരുന്നുള്ളൂ. പാർട്ടി വെയർ കോൺസെപ്റ്റിൽ വരുന്ന അടിപൊളി സാധനമാണ്. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ XXLകാർ. അടുത്തത് വരുന്നത് മൽമല്ലിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ നീല കളറും ഉണ്ടായിരുന്നു. നീലയിൽ നമുക്കിപ്പോൾ സ്റ്റോക്കില്ല, ഇതിൽ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. ഈ ഒരു നല്ലൊരു പിങ്കിഷ് പീച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ്. ഓൾമോസ്റ്റ് പീച്ചിലേക്കാണ് എന്നാലും, അല്ല പിങ്കിലേക്കാണ് എന്നാലും ചിലപ്പോൾ ഒരു പീച്ച് പോലെ തോന്നുന്നുണ്ട്. ഇത് ഫുൾ എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളാണ് പോയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇവിടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ഇതേമാതിരി ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. മൽമലാണ്. ഇപ്പം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം, ഒരുപാട് മൽമലിൻ്റെ എൻക്വയറീസും അല്ലെങ്കിൽ മൽമലിട്ട് ഉള്ള വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കാണാം. നമുക്ക് മൽമൽ നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് വരാറില്ല. വരുന്നതൊക്കെ ഹെവി റേഞ്ചിൻ്റെ ഐറ്റമാണ്. അപ്പം ഇത് നമുക്കൊരു മൽമൽ കോൺസെപ്റ്റിൽ കിട്ടിയ ഐറ്റമാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന അത്ര കംഫർട്ടാണ് മെറ്റീരിയൽ. മൽമൽ കോട്ടൺ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കളർ. ഇത് വരുന്നത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം XL 3XL അങ്ങനെ 3 സൈസസിലുണ്ടെന്നാണ്. നീലയിൽ ഒറ്റ പീസും ഉണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റോക്ക്. ഇതാ ഇവിടെ ഫ്രണ്ടിലൊരു പടി പോലെ വന്നിട്ട്
പുറകിൽ ഇച്ചിരി ഭാഗം ഇലാസ്റ്റിക് അങ്ങനെയാണ് വരുന്നത്. ഇതും മൽമൽ സെയിം ഇതിൽ വരുന്ന തന്നെ ബോട്ടാണ്. അതിൻ്റെ ഷാള് വന്നിട്ട് ഭയങ്കര കംഫർട്ടാണ്. ഷാളിൽ വരുന്നത് ബ്രഷ് പെയിൻറ്റിങ് പോലത്തെ ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ തല്ലിക്കൊട്ടി അലക്കരുത്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, അത്രയും ലൈറ്റ് വെയ്റ്റ്, അത്രയും കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. നല്ല രസമാണ് കേട്ടോ ഷാൾ. ഇങ്ങനെ ഭയങ്കര നൈസ്, നമുക്ക് പറയാം ഭയങ്കര കംഫർട്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇട്ടടുത്ത് കിടക്കുന്ന പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഓഫർ പ്രൈസ് 999 ആണ് കേട്ടോ. ഈ ഷാളും ബോട്ടം ഇതൊക്കെ കൂടി വരുമ്പോൾ നല്ല റിച്ച് ലുക്ക് കിട്ടും നമുക്ക്. പ്രൈസ് 999 ആണ്. സൈസ് മെൻഷൻ ചെയ്തത് ആ സൈസ് മാത്രമേ ഉള്ളൂ, വേറെ കളേഴ്സോ സൈസസോ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്ന് നമുക്ക് ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കാനുള്ളത്. നല്ല രസമുള്ള ഐറ്റംസാണ്, ഡാമേജ് ഒന്നുമല്ല. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ള സൈസ് മാത്രം ചോദിക്കുക. ഇതിൽ 3-4 സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ അത് കൃത്യമായി മെൻഷൻ ചെയ്യാം. പിന്നെ വേണമെന്നുള്ളവർ മാത്രം ചോദിക്കുക. നിങ്ങൾ ചോദിച്ച് നമ്മൾ ബുക്ക് ചെയ്ത് വയ്ക്കും. അത് കഴിയുമ്പോൾ അടുത്ത ആളോട് ചോദിക്കുമ്പോൾ അയ്യോ ഓൾറെഡി ഒരാൾ ചോദിച്ചു പോയതാന്ന് പറഞ്ഞ് നമുക്ക് അവർക്ക് ഓർഡർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് മാത്രം നമ്മളോട് ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നാൽ 15 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യുക. ചെയ്തില്ലെങ്കിൽ നമ്മളത് അടുത്ത ആൾക്ക് കൊടുക്കും. ചിലപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റിയെന്ന് വരില്ല, നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കും. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.